ഐസപ്പതേ നമ്മുടെ മീനൊക്കെ ഇങ്ങനെ അങ്ങോട്ട് തിളച്ച് മറിഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ. ഐസപ്പതേ അടിപൊളി വരാലിന്റെ തല കേട്ടോ. ഭീമൻ തല കേട്ടോ. ഓ ഇടില്ല സാധനം, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൊണ്ട് കേടിങ്ങമ്മയുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കണ്ണപ്പൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം ദാസപ്പൻ. നമ്മളൊരു അടിപൊളി വീഡിയോ ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ കുറെ നാൾ ശേഷമാണ് നമ്മൾ വരുന്നത് അല്ലേ? അതെ, ഇത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വരാല് മേടിച്ചോണ്ട് നമ്മുടെ അമ്മയ്ക്ക് നല്ല കറി വെച്ച് കൊടുക്കാൻ വേണ്ടി പോവാണ്. അതല്ലേ? അതെ. അപ്പൊ അമ്മയൊക്കെ തന്നെ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പൊ എല്ലാം ഓക്കെ ആണല്ലേ അമ്മേ? അല്ലേ? വേനൊക്കെ ഇപ്പൊ എങ്ങനെ ഉണ്ട്? ആ, നല്ലൊരു മുറിവാണ് കയ്യിൽ. അപ്പം ഇതുപോലെ നല്ല പ്രോട്ടീനുള്ള ഫുഡുകളൊക്കെ കഴിച്ചാലേ കുറെ തുള്ളലാ. അതെ, പ്രോട്ടീനുള്ള ഫുഡ് കഴിച്ചാലേ കുറെ തുളന്ന് പറഞ്ഞു. അപ്പൊ ഏറ്റവും നല്ല പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിവ് കഴിയാനായിട്ട് നല്ല വരാല് കഴിച്ചു കഴിഞ്ഞാൽ നല്ലോണം പെട്ടെന്ന് കരിയും കേട്ടോ. അതെ, അതുകൊണ്ട് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാണ് വരാലല്ലേ? അപ്പൊ ഞങ്ങളിന്ന് കുറച്ച് വരാലിനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അതെ. അമ്മ എങ്ങനെയുണ്ട്? അപ്പൊ ഒത്തിരി ആൾക്കാർ തിരക്കാറുണ്ട്, ഒത്തിരി പേര് തിരക്കായിരുന്നു. നമുക്ക് എന്തോ പറ്റിയാന്നൊക്കെ ചോദിച്ചായിരുന്നു. അതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് അല്ലേ? ഒന്ന് ചെറുതായിട്ടൊന്ന് വീണതാ അല്ലേ? പുട്ടിന്റെ അറ്റം ഒന്ന് ചെറുതായിട്ടൊന്ന് കൊണ്ടതാ, ഇത്രയൊന്ന് ചതഞ്ഞായിരുന്നു. അപ്പൊ അത് കയറി അങ്ങ് പഴുത്താകെ പിന്നെ സർജറി ആയി. 2 വട്ടം ചെയ്തു, 3 വട്ടം ചെയ്തു അല്ലേ? കൈയൊക്കെ ഓക്കെ ആയിട്ട് ഇപ്പൊ വരുന്നുണ്ട്. പഴയ പോലെ അമ്മ ഓക്കെ ആയി വരുന്നുണ്ടല്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറ. ആദ്യമേ ഞങ്ങൾ രണ്ടാമത് അമ്മയുടെ കൈ പിന്നെയും പ്രശ്നമായിട്ട് കോട്ടയത്ത് ചെന്നപ്പോഴത്തേനും വേറെ ഡോക്ടറായിരുന്നു. ആദ്യമേ കാണിച്ചതല്ലായിരുന്നു, വേറൊരു മെയിൻ ഡോക്ടറായിരുന്നു ഇരുന്നത്. അപ്പൊ ഇതിന് ആദ്യമേ പുള്ളിക്കാരൻ നമ്മളെ മനസ്സിലായില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞ് അമ്മയെ അകത്ത് കയറ്റി കൈ സർജറി ചെയ്യാൻ വേണ്ടി കയറ്റിയപ്പോഴത്തേനും ഞാൻ അകത്തോട് മറ്റേ ഉപ്പെടുത്തില്ല, മറ്റേ എന്താ സമ്മതപത്രമായിട്ട് എന്താ പറയാ. ഇപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ അമ്മയ്ക്ക് എങ്ങനെ ഈ ഷുഗർ വന്നിട്ട് കുറയാത്തത്, ഈ കൈ കയറുന്നത്. ഉള്ള കപ്പയെല്ലാം ഉണ്ടാക്കി നിങ്ങൾ കൊടുക്കുമല്ലേ ഇത്? അല്ലേ? അതെ. പക്ഷെ അമ്മയ്ക്കാണെങ്കിൽ എത്ര നാളായിട്ട് ഷുഗർ ഉണ്ടോ അമ്മേ? 22 വർഷമായിട്ട് ഷുഗർ ഉണ്ട്. പാരമ്പര്യമായിട്ട് കിട്ടുമല്ലേ? 3 വർഷം കൂടെ കഴിഞ്ഞാൽ സപ്തതിയാണോ സിൽവർ ജൂബിലി ആണോ? സിൽവർ ജൂബിലി. ഷുഗറിന്റെ എന്തോ? ഷുഗറിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുക. അതെ അതെ അതെ. നമുക്ക് അപ്പൊ പാരമ്പര്യമായിട്ട് കിട്ടിയതാണല്ലേ? പാരമ്പര്യമായി കിട്ടാൻ നമുക്ക് ഈ ഷുഗർ മാത്രമേ കിട്ടിയുള്ളൂ. എന്റെ രേഷിന് എടുക്കാതെ വെയിലായി കത്തുക. ഇങ്ങോട്ട് നീങ്ങി കേട്ടോ രേഷി. പിന്നെ എന്താ ഉണ്ട് പിന്നെ? പിന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയായിരുന്നു. ഡോക്ടർ പറഞ്ഞ് കുഴപ്പമൊന്നും പറഞ്ഞേ? പിന്നെ പോകുന്നല്ലേ? അതുപോലെ തന്നെ രേഷു ആണെങ്കിൽ പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഇവിടെ ലിങ്ക് കൊടുത്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. സബ്സ്ക്രൈബും ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ആണല്ലേ? പുതിയ ചാനലൊക്കെ എടുത്തല്ലേ? അതെ, അവർ യേശുവിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതിനകത്ത് ഷോർട്സ് ഒക്കെ ഇടാനാണ് പുള്ളിക്കാരുടെ പ്ലാന്. അതുപോലെ തന്നെ നമ്മുടെ പിള്ളേരെല്ലാം സ്കൂളിൽ പോയിക്കുവാണ് കേട്ടോ. ഇത് പിള്ളേർ നേരത്തെ വരുവാണെങ്കിൽ അവന്മാർക്ക് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പിന്നെ അവന്മാർ വരുമ്പോഴത്തേന് കൊടുക്കാം. അതിന്റെ കാര്യം പറയാൻ വിട്ടുപോയി. അച്ഛൻ ഇവിടെ ഇല്ല. അച്ഛനാണെങ്കിൽ ശബരിമല ഓട്ടത്തിന് ട്രാവലറുമായിട്ട് പോയിക്കുവാണ്. ഇപ്പൊ ചെങ്ങന്നൂരുണ്ട്. ഓട്ടം കിട്ടിയാൽ മലയ്ക്ക് പോകും. ഇപ്പൊ വരാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് വരാൻ. ഇപ്പൊ ട്രെയിൻ വരുന്ന സമയമാണ്, സ്വാമിമാരൊക്കെ വരുന്നതാണ്. അതാണ്. അപ്പം എന്തായാലും പറഞ്ഞ അങ്ങോട്ട് ബോറടിപ്പിക്കുന്നില്ല. അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ? ഗൈസ്, അപ്പൊ ഇതാണ് നമ്മളിത് കറി വെക്കാൻ പോകുന്ന നല്ല വരാല് കേട്ടോ. അപ്പൊ രണ്ടും കൂടെ ഒരു 3 കിലോ ആണ്. അപ്പൊ നമ്മുടെ അമ്മയ്ക്ക് ഇത് നമ്മൾ വെട്ടി കറി വെച്ച് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് വെട്ടി ക്ലീൻ ആക്കണം കേട്ടോ. അപ്പൊ ഇത്രയും ഉണ്ട് കേട്ടോ. നല്ല കിടില നല്ല 2 സൈസ് വരാലായിട്ട് ഗൈസ്. അപ്പൊ നമ്മുടെ വരാല് വെട്ടാൻ കുറച്ച് പണി കേട്ടോ. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം വെട്ടി തീർക്കാം കേട്ടോ. എളുപ്പം വെട്ടി തീർക്കാം അല്ലേ? ഇഷുവാണ് ഒരു സൈഡിലുള്ള ഓട്ടക്കകത്തിരുന്നേണ്ട ഉള്ളി ഉണ്ട്, വെളുത്തുള്ളി അല്ലേ? വെളുത്തുള്ളി അരിഞ്ഞോണ്ടിരിക്കുവാണ് അല്ലേടി? നമ്മുടെ വരാലിനൊക്കെ ഇതേണ്ട തൊലി ഉരിഞ്ഞാണ്ട് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്യാനായിട്ട് പോകണല്ലേടാ? അതെ അതെ, കറി പീസായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പൊ തല അങ്ങ് മാറ്റുവാണ് കേട്ടോ. തലങ്ങളിട്ടല്ലേ കറി വെക്കുന്നേ? തലങ്ങളിട്ട് നോക്ക്. ഇപ്പൊ അമ്മയ്ക്കാണ് തലയൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ, വരാലിന്റെ ഒക്കെ. അവിടുത്തെ ദാസപ്പനാണെങ്കിൽ നല്ല ബെടാ തലയാണ്. അതെ ഗൈസ്. അപ്പൊ അതുപോലെ തന്നെ വേണ്ടേ മഴ ഇങ്ങനെ വന്നു കേട്ടോ. നമ്മൾ എന്ന് വീഡിയോ എടുക്കാൻ നേരം ഇങ്ങനെയാണ് മഴയുടെ കാര്യം. നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കിയിരിക്കുക കേട്ടോ. മീനാണ് തന്നെ കഷ്ടിച്ചോണ്ടിരിക്കണം കേട്ടോ. നല്ല അടിപൊളി അലുവ കഷ്ണം പോലാണ് കേട്ടോ. അതെ ഗൈസ്, അപ്പൊ നമ്മുടെ വരാലിനെ വെട്ടി നല്ല നമ്മുടെ പീസ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ കഴുകിയിട്ട് വരാം കേട്ടോ. ഗൈസ്, അപ്പൊ മഴയായി കേട്ടോ, ഫുള്ള് മഴയായി കേട്ടോ.
അപ്പൊ നമ്മളിത് മീനൊക്കെ വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടല്ലേ? അതെ. ഏതേ മീൻ കണ്ടോ അടിപൊളിയായിട്ട് വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ പാത്രമൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരെ പാചകത്തിലോട്ട് പോകട്ടോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് തന്നെ എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഐസപ്പ നമുക്ക് ഇനി കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ കടുക് കിട്ടും. കൈസപ്പതേ നമ്മളിത് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ. വേണ്ട ഒരു സൈഡിൽ നമ്മുടെ മീനൊക്കെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇതിനകത്തോട്ട് പോകണ്ടാവും അല്ലേ? അതെ. ഗൈസപ്പ അടുത്ത് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അതെ നമ്മൾ കണ്ട ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉലുവയും കടുകൂടെ ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ. ഗൈസപ്പ നമ്മുടെ കടുക് ഉലുവയെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഗൈസപ്പതേ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അടുത്തേടാ നല്ല കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗൈസപ്പ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുന്നത് നല്ല മണം വരുന്നുണ്ടല്ലേ? കണ്ട് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം അല്ലേ? മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഓക്കെ ഒഴിച്ചോ. ആഹാ ഇതിന് കുങ്കുമവെള്ളം വന്നാൽ പറയില്ല കേട്ടോ. കഴിഞ്ഞ വഴിക്ക് അത് കുങ്കുമം കലക്കി മീൻകറി ഉണ്ടാക്കിയെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഗ്രേവിക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അടുത്ത് നമ്മുടെ നേണ്ട 2 തലയും ബാക്കി കഷ്ണമൊക്കെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ അത് ഇട്ടവന്മാരെ വേവിച്ചെടുക്കണം. അങ്ങ് വേണ്ടേ പുളിയും പുളിവെള്ളവും മീൻകറിയുടെ മെയിൻ സാധനമാണ് നമ്മളിപ്പോൾ ഇറക്കി കൊടുത്തിരിക്കുന്നത് കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ അപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഗൈസ് അപ്പോൾ നമ്മുടെ ഗ്രേവി ഒക്കെ അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത് പറയണം അങ്ങോട്ട്. അടുത്തതേ നമ്മുടെ മീൻ അങ്ങോട്ട് ഇറക്കി കൊടുക്കാൻ വേണ്ടി പോവാണ്. ആദ്യം നമുക്ക് 2 തല അങ്ങോട്ട് ഇറക്കി കൊടുക്കാം. അടുത്തിട്ട് വന്നത് ആദ്യം തന്നെ വരാലിൻ്റെ അടിപൊളി തല, വരാലിൻ്റെ 2 തലയുണ്ട് കേട്ടോ. അത് നമുക്ക് ഇറക്കി കൊടുക്കാനായിട്ട് പോവാണേ. ഇറക്കിയോ. അപ്പോൾ ചിലവർക്ക് ഇഷ്ടമല്ലായിരിക്കും ഇത് കാണുമ്പോൾ ഇല്ലടാ തല. പക്ഷെ അടിപൊളി സാധനം കേട്ടോ. അടിപൊളി. ഇത് കഴിച്ചവർ പറയൂലടാ. കഴിച്ചവരാണെങ്കിൽ വീണ്ടും കഴിക്കും. പിന്നെ വരാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സാധനം കേട്ടോ. ഞങ്ങൾക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഡെയിലി വരാൽ കിട്ടുന്നുണ്ടല്ലേ? അതുപോലെ ഞങ്ങൾ ചൂണ്ടയിടാൻ പോകുമ്പോൾ ഡെയിലി വരാൽ കിട്ടുന്നുണ്ട്. പക്ഷേ മീൻ പിടിക്കുന്ന വീഡിയോയും ഒന്നും കിട്ടുന്നില്ല, എടുക്കാത്തതുകൊണ്ടാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഈ വരാലിന് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചല്ലേ? ഒരെണ്ണം മാസം തന്നില്ലേ? അതെ. അപ്പോൾ അമ്മയാണ് ഇടയ്ക്കിടയ്ക്ക് വരാൽ കറി വെച്ച് കൊടുക്കുന്നുണ്ട്, മുറിവ് കരിയാനായിട്ട് കേട്ടോ. അതെ മീൻ ഓരോന്നോരായിട്ട് നമ്മൾ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ മീനൊക്കെ ഇങ്ങനെ അങ്ങോട്ട് തിളച്ച് മറിഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ പിള്ളേരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ട്യൂഷനൊക്കെ പോയിട്ട് അതേപോലെ ഇങ്ങനെ വന്നില്ലേ? ഏടാ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? എന്താ പറ്റിയടാ എനിക്ക്? ഏടാ ഇപ്പൊ ഒന്നും ഇല്ലേ? എടാ ഇനി നമുക്ക് കുരുമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ അപ്പോൾ തന്നെ കുരുമുളക്. ആഹാ കുരുമുളക് വന്നപ്പോൾ ഒരു മണം ഉണ്ടല്ലേ മോനെ? ഒന്ന് മണപ്പിച്ചാ. എന്താടാ? ഓഹോ അപ്പം മീനെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇറക്കി വെക്കാൻ പോവാ. പോണല്ലേ? നമ്മള് കറി താത്ത് വെക്കാൻ പോകണ്ടോ. അപ്പൊ കറക്കി കൊടുക്കുക. എല്ലാ മസാലയോടെ ഒന്ന് പിടിച്ചു വരട്ടെ. എന്താണ് കൊതിക്കുന്നേ? സൈഡിൽ നിന്ന് കൊതി കൊടുക്കും കേട്ടോ. എന്താടാ എടാ നീ എവിടെ പോയി വരുന്നടാ? എവിടെ പോയി വരുന്നത്? പിന്നെന്താ വരാഞ്ഞത്? മഴ കൊണ്ടാണോ? കഴിക്കാൻ പോണല്ലേ? ഇവിടെ കറിയെല്ലാം ഇവനാണ് വർത്താനം പറയാം. എന്റെ ഇവിടെ കൈസ വേണ്ട കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. എന്റെ അമ്മ വേണ്ട ഇച്ചിരി ചോറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. വേണ്ട ചോറ് കേട്ടോ. കൈസ അപ്പൊ ഇത്ര ദിവസം അമ്മ ചോറൊന്നും കഴിച്ചിട്ടോ. പിന്നെ ഇച്ചിരി ചോറ് നമുക്കൊന്ന് കൊടുക്കാം അല്ലേ? അപ്പൊ അമ്മയ്ക്ക് കൊടുക്കാം ആദ്യമേ. മീൻ വേണ്ട അമ്മയ്ക്ക് എത്ര വെള്ളം തരാം. ചുമ്മാ കൊടുത്തേക്കാം പാവം. ഇപ്പൊ പഴയ പോലെ കഴിക്കാറൊന്നുമില്ല ഇല്ലേ അമ്മേ? ഓ വേണ്ടേ ഈ തല അമ്മ വേണ്ടേ? പച്ചച്ചോറ് വാരി തിന്നോ സൈഡിലാ? കറി വിളമ്പ്. കൈസ ഇന്ന് ഇലയൊന്നും വെട്ടാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ ഇവിടുത്തെ ഒരു വലിയ പാത്രത്തിൽ നിമ്മാർക്കെല്ലാം ചോറ് കൊടുക്കും കേട്ടോ. അതുകൊണ്ട് ഒരു വാല് വെച്ചിട്ടുണ്ട്. വേണ്ടേ അലഞ്ചോസ് പേരേക്ക് ഒരു പീസ്. കൈസപ്പ വേണ്ട അടിപൊളി വരാലിന്റെ തല കേട്ടോ. പൊക്കിക്കൊണ്ട് പോണാ ഒരു ഭീമൻ തല കേട്ടോ. ഓ വേണ്ടേ വിളമ്പ കൊണ്ട് വേണ്ട കൊതിക്കുന്നുണ്ട്.
വരാൻ ഫ്രോഗ് ഇട്ട് അടിച്ച് ഉക്കപ്പം എടുത്ത് നമ്മളിവിടെ കറി വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇനി തിന്നാൻ പോവുകയാണ്. അപ്പൊ ഞങ്ങൾ സ്കൂളിൽ നിന്ന് വന്നപ്പോ ആണെങ്കിൽ ലേറ്റ് ആയി പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് ട്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ രാത്രി തിന്നാൻ വന്നിരിക്കുകയാണ് വരാല് കറി. ഗൈസ് അപ്പൊ നമുക്ക് ഇതാണ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണ്ട. നമ്മുടെ പിള്ളേരെല്ലാം റെഡിയാണ്. സമയം ഒരുപാട് വൈകി. അപ്പൊ നമുക്ക് ഇനി കഴിച്ചാലോ? ആദ്യമേ തന്നെ ഇതിൽ രണ്ട് വലിയൊരു പീസിന്റെ ഒരു ഭാഗം കേട്ടോ. ഇത് അങ്ങോട്ട് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല നെയ്യുള്ള വരാലോ. നെയ്യുണ്ടല്ലേ? ആ ടേസ്റ്റ് നമുക്ക് അറിയാം. അറിയാല്ലേ? ഓ വേണ്ട വേണ്ട. ആ ഇങ്ങോട്ട് കഴിച്ചേക്കണോ? ടേസ്റ്റ് ഓ പൊളി. എന്താ മോനെ? പിന്നെ അവൻ കള്ളസാമി അവൻ. കുറച്ച് തന്നെ മീൻ ഇങ്ങനെ അങ്ങോട്ട് ചോറിനകത്തോട്ട് വെച്ചിട്ട് ഇതങ്ങോട്ട് കുഴക്കണേ. കുഴച്ചിട്ട് അങ്ങോട്ട് അടിയാ. ആഹാ വേണ്ട വായിച്ചു വലിക്ക് ഇങ്ങോട്ട് സാധനം കാണിക്കാം. നല്ല ഈ മീനിൻ്റെ അകത്ത് ഈ തലയ്ക്കകത്ത് വരുന്നൊരു കിടില സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെയുണ്ടോ അമ്മേ? സൂപ്പറല്ലേ? പറ്റുന്നില്ലല്ലേ? അപ്പത്തേക്ക് പക്ഷെ അങ്ങനെ കൈ വെക്കണ്ട. നമ്മുടെ കൈ അങ്ങനെ മടക്കിയൊക്കെ ചെയ്താലേ നേരെ ആകത്തുള്ളൂ അല്ലേ? നമുക്ക് സാധാരണ വാരിയാവും നമ്മൾ ചോറ് കൊടുക്കുന്നത്. ആ പക്ഷെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് കൈ അനങ്ങണ്ടേന്ന് പറഞ്ഞ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അമ്മ തന്നെ കഴിക്കുന്നുണ്ട്. അതെ അല്ലേ അമ്മേ? ആഹാ ഇങ്ങോട്ട് ഇങ്ങോട്ടമ്മേ. സൂപ്പർ അല്ലേ? ഇതുമായിട്ട് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ അതിന്റെ ചാറൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയതുള്ളൂ ഉപ്പുണ്ടോന്നൊക്കെ. മീൻ ഇതുമായിട്ടും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. എനിക്കാണെങ്കിൽ വായി വെള്ളം വന്നിട്ട് വയ്യ. ഇവന്മാരെന്തായാലും ഒന്ന് കഴിക്കട്ടെ. കഴിച്ചതുകൊണ്ട് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. വേണ്ടേ? പറ തീൻ സാധനം അല്ലേ? അടിപൊളി ഇത് കാന്താരടെ കാന്താര ഫാനാ കേട്ടോ. അപ്പൊ എങ്ങോട്ടാ എങ്ങോട്ടാ? സൂപ്പർ. ഓ ആ ഇങ്ങോട്ട് എങ്ങോട്ടാ? പൊടിയല്ലേ? ആഹാ ഓ എന്താ എങ്ങനെയുണ്ടോ? എനിക്ക് ഇമാരും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എങ്ങനെയുണ്ട് പറ അമ്മേ. തല പൊളിച്ചോ? ഗൈസ് അപ്പൊ വേണ്ട പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ. കണ്ണടച്ച് ഇരുന്നപ്പോ വേണ്ട ചോറും കറിയെല്ലാം കഴിഞ്ഞു. ഞാനാണ് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. വേണ്ട ഞാൻ കഴിക്കാനായിട്ട് പോകണം കേട്ടോ. നല്ല അടിപൊളി വേണ്ട അടിപൊളി വരാല് കറി വെച്ചത് കേട്ടോ. പിന്നെ എൻ്റെ അടിപൊളി നാടൻ മാങ്ങ അച്ചാർ വെക്കണം കേട്ടോ. ആദ്യം കണ്ടി മീൻചാറ് അങ്ങോട്ട് നമുക്ക് കുഴക്കണം. ആഹാ ഇത്ര ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര കൊതി പിടിച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് കഴിക്കുന്നത് കേട്ടോ. വേണ്ടേ? ഓ എൻ്റെ പൊന്നോ ഞങ്ങൾ അങ്ങോട്ട് ഇളക്കി കൊടുക്കണം. ഇവിടെ അതുണ്ടോ? ആ പൊളി പൊളി. ഇതിപ്പോ തന്നെ ചാറ് രക്ഷയില്ല കേട്ടോ. ഞാനങ്ങ് കഴിച്ചു പോയി കേട്ടോ. ഇതുണ്ടോ നല്ല നല്ല വിളഞ്ഞ വരാനാ കേട്ടോ. ഓ ഇതുണ്ടോ കാണുമ്പോൾ മനസ്സിലാവും. ഇതുണ്ടോ നല്ല അടിപൊളി പീസാ കേട്ടോ. ഇനി ഞങ്ങൾ കഴിക്കാം. ഇങ്ങനെ ഇച്ചിരി അച്ചാറും അങ്ങോട്ട് ഇട്ടിട്ട് നമ്മളെ മീനിൻ്റെ ചാറ് അങ്ങോട്ട് കുഴയ്ക്കുക. എന്നാ ഇന്ന് കഴിച്ചു കഴിച്ചപ്പോൾ എന്തായാലും ഞാൻ കഴിച്ചിട്ട് വരാം കേട്ടോ. കഴിച്ചപ്പോൾ അങ്ങനെ ഫുഡൊക്കെ അടിച്ച് ഒരു രക്ഷ ചെയ്തായിരുന്നു. ഇമാരോടെ നമുക്ക് ചോദിച്ചു കേട്ടോ എങ്ങനെയുണ്ടെന്ന്. എങ്ങോട്ടാ? 5-6 വർഷമായിട്ട് ഇത് തന്നെയല്ലേ നീ പറയുന്നത്? വേറെ പറ വേറെ.
ആ പവർ പവർ എന്റെ മക്കളെ സൂപ്പർ ആയിരുന്നു. സൂപ്പർ ആയിരുന്നു. സൂപ്പർ ആണല്ലേ? കിടിലായിരുന്നു. നല്ല കിടിലം വരാലായിരുന്നു. നല്ല മൂത്ത വരാലായിരുന്നു. അതെ. എന്താണ് ഗൈസ്? അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. അപ്പൊ നമ്മുടെ പിള്ളേർക്കെല്ലാം വീട്ടിലൊക്കെ പോകണം. ഒത്തിരി രാത്രിയായി. അപ്പം എന്തായാലും പറഞ്ഞ അങ്ങോട്ട് നീട്ടുന്നില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു നല്ല വീഡിയോ ആയിട്ട്